എനിക്കതാണ് ഒരു ബലം. അതുപോലെ തന്നെ കൊന്ത ചൊല്ലും, 2 നേരം കൊന്ത ചൊല്ലും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ ജോലിക്ക് പോയിട്ട് 1 വർഷം കഴിഞ്ഞു. അവിടുന്ന് എനിക്ക് ലെറ്റർ കേട്ടു റിസൈൻ ചെയ്യണമെന്നും പറഞ്ഞ് ഞാനിപ്പോൾ അടുത്ത ദിവസം ചെന്ന് റിസൈൻ ചെയ്യാൻ പോവുകയാണ്. എനിക്കൊരു വരുമാന മാർഗ്ഗം ഒന്നുമില്ല. പക്ഷേ എനിക്ക് ടെൻഷനില്ല. കാരണം എന്നെ ഇത്രത്തോളം നടത്തി, ഞാനിന്ന് ജീവിച്ചിരിക്കുമെന്ന് ഓർത്തതല്ല. എന്നെ ഇത്രത്തോളം നടത്തിയ മാതാവ് ഈശോയും എന്നെ മുന്നോട്ടും എൻ്റെ കുടുംബത്തെയും നയിക്കുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസവും കുറച്ച് തെറ്റിദ്ധാരണയുടെയും പേരിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുകയും ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പമാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകളാണേലും എന്നും ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ അവളോട് പറയേണ്ട കാര്യമില്ല. ലോക്കറ്റ് അവൾ തന്നെ എടുത്ത് അവിടെ യൂണിഫത്തിൻ്റെ അകത്ത് കുത്തിയാണ് ഇവൾ പോകുന്നത്. അതില്ലാതെ അവൾ സ്കൂളിൽ പോകത്തില്ല. തൈലവും തൊട്ട് പ്രാർത്ഥിച്ച് ലോക്കറ്റും കുത്തിയേ ഇവൾ സ്കൂളിൽ പോകത്തുള്ളൂ. അതുപോലെ അവൾക്കാണേലും അവിടെ ഇവിടെ മുട്ടുവാണേലും ഓടി വന്ന് തൈലം എടുത്ത് പ്രാർത്ഥിക്കുക. അതാണ് അവൾ എപ്പോഴും ചെയ്യുന്നത്.